നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് ലക്ഷങ്ങൾ മുടക്കി 50ാം വാർഷികാഘോഷം. സപ്ലൈകോയിലെത്തുന്ന പൊതുജനം കാലിപാത്രവുമായി മടങ്ങുകയാണ്. ജനം പട്ടിണിയിലാകുമ്പോൾ പാട്ടും പാടി ആഘോഷം. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ചുരുക്കപ്പേരാണ് സപ്ലൈകോ. പൊതുജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും കുറഞ്ഞ വിലയ്ക്ക് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന ഏർപ്പാടാണ് സപ്ലൈകോ നടത്തുന്നത്. സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിലുള്ള മാവേലി സ്റ്റോറുകളാണ് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എല്ലായിടത്തുമായി പ്രവർത്തിച്ചു വന്നിരുന്ന മാവേലി സ്റ്റോറുകളിലടക്കം സർക്കാർ ന്യായവില വിതരണ കടകളിലൊന്നും ഒരു സാധനവും ഇല്ലാതെയായിട്ട് നാളുകളായി. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലകയറ്റം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യം കൂടി സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലകൾക്കുണ്ട്. മാറി മാറി അധികാരത്തിൽ വന്ന ഏത് സർക്കാരിന്റെ കാലത്തും വളരെ കാര്യക്ഷമതയോടുകൂടി നോക്കിയിരുന്ന ഒരു സംവിധാനമാണ് മാവേലി സ്റ്റോറുകൾ. കാരണം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നത് ഈ കടകൾ വഴിയായിരുന്നു. കേരളത്തിലെ ഏത് പാർട്ടിയുടെ ഭരണം നിലനിൽക്കുമ്പോഴും ഏത് സർക്കാരിനും എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തന്നെയും അതൊന്നും ബാധിക്കാതെ സുഗമമായി പ്രവർത്തിക്കുന്നതിന് സർക്കാർ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു സംവിധാനമാണ് സപ്ലൈകോയും അതിന്റെ വിപണന ശൃംഖലയും. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും മോശമായും ജനദ്രോഹപരമായും പ്രവർത്തിച്ചു വരുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കീഴിലുള്ള സ്ഥാപനങ്ങളാണ് എന്നതാണ് ഇപ്പോഴത്തെ വാസ്തവം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്നത് ഭരണഘടനാ വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന കാലം മുതൽ ജനങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും വിശപ്പടക്കാനുള്ള സൗകര്യം കൃത്യമായി ഉറപ്പാക്കണം എന്ന തീരുമാനത്തോടു കൂടിയാണ് ഈ തരത്തിലുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുകൾ എല്ലാ സംസ്ഥാനത്തും രൂപീകരിച്ചത്. ആദ്യ കാലഘട്ടങ്ങളിൽ റേഷൻ കടകളാണ് സപ്ലൈകോയുടെ ചുമതലയിൽ പ്രവർത്തിച്ചിരുന്നത്. റേഷൻ കടകൾ വഴി അരി, പഞ്ചസാര, മണ്ണെണ്ണ, ഗോതമ്പ് തുടങ്ങിയ അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കൾ തികച്ചും കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് വിതരണം ചെയ്തിരുന്ന സംവിധാനമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. എന്നാൽ ഇന്ന് ഈ കോർപ്പറേഷന് കീഴിലുള്ള എല്ലാ പ്രവർത്തന മേഖലയും താളം തെറ്റിക്കിടക്കുന്നു എന്നതാണ് വസ്തുത. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കീഴിലുള്ള മാവേലി സ്റ്റോറുകളിൽ പഞ്ചസാരയും മണ്ണെണ്ണയും മറ്റും എത്തിയിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. സപ്ലൈകോയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന റേഷൻ കടകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിയാൽ പോലും റേഷൻ വിതരണത്തിന് ഒരുക്കിയ ഇ പോസ്റ്റ് മെഷീന്റെ നിരന്തരം ഉണ്ടാകുന്ന തകരാറുകൾ മൂലം മാസത്തിൽ റേഷൻ വിതരണം 4ഉം 5ഉം തവണ മുടങ്ങുന്ന സ്ഥിതിയും തുടരുകയാണ്. സപ്ലൈകോയ്ക്ക് ഭക്ഷ്യവസ്തുക്കളടക്കം പലതും വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് 100 കണക്കിന് കോടി രൂപയുടെ കുടിശ്ശിക ഉണ്ടായതാണ് സാധനം വിതരണം മുടങ്ങാൻ കാരണമെന്ന് പറയുകയാണ്. ഇത് സംബന്ധിച്ച് നിയമസഭയിലും പത്രമാധ്യമങ്ങളിലും പലതവണ വിഷയം ചർച്ചയ്ക്കായി വന്നതുമാണ്. ഓരോ ഘട്ടത്തിലും സംസ്ഥാന ധനകാര്യമന്ത്രി കണ്ടെത്തുന്ന ന്യായം കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്നതാണ്. ഇത് ഒരു മന്ത്രി പറയേണ്ട മാന്യമായ മറുപടിയൊന്നുമല്ല. എന്ത് ചോദിച്ചാലും കേന്ദ്രം തരുന്നില്ല എന്ന് പറയാനാണെങ്കിൽ സംസ്ഥാനത്ത് കേന്ദ്ര ഭരണം ഏർപ്പെടുത്തുന്നതാണ് നല്ലത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നതും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മേൽനോട്ടം വഹിക്കുന്നതുമായ സ്ഥാപനങ്ങളുടെ ജനദ്രോഹത്തിന്റെ വ്യക്തമായ തെളിവുകളാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രവർത്തനങ്ങൾ എല്ലാം മരവിച്ചു കിടക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും സപ്ലൈകോയും 50ാം വാർഷികം വിപുലമായ തോതിൽ തിരുവനന്തപുരത്ത് ആഘോഷിക്കുകയാണ്. 50ാം വാർഷിക ആഘോഷങ്ങളുടെ തുടക്കമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. വലിയ സാമ്പത്തിക ചെലവ് നടത്തിയാണ് 50ാം വാർഷികം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇനിയും പല പരിപാടികളും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. നിത്യച്ചെലവിന് പോലും വഴിയില്ലാതെ ജനങ്ങൾക്ക് അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കൾ പോലും സംഭരിച്ച് വിതരണം നടത്താൻ കഴിയാത്ത ഒരു ഭരണകൂടം അതിന്റെ ഒരു വകുപ്പിന്റെ 50ാം വാർഷികം കൊട്ടിഘോഷിച്ച് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. നിലവിൽ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആരാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അജ്ഞാതം തന്നെയാണ്. ഭരണത്തിന്റെ പിടിപ്പുകളും മുഖ്യമന്ത്രിയുടെ പരിധി വിട്ട അഹങ്കാരവും കണ്ടുമടുത്ത് കേരളത്തിലെ പൊതുജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലിരിക്കുന്ന മുന്നണിയെ തൂത്തെറിയുന്ന അനുഭവമാണ് ഉണ്ടായത്. കനത്ത തോൽവി എങ്ങനെ ഉണ്ടായി എന്നതിന് ജോൺസന്റെ കബഡി നിരത്തിൽ ഒന്നും ആവശ്യമില്ല. സർക്കാരിന്റെ തെറ്റുകുറ്റങ്ങൾ തന്നെയാണ് തോൽവിക്ക് കാരണം.
ഈ തോൽവിയുടെ കാരണം തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും നേരായ രീതിയിൽ ഭരണം നടത്തി ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതത്തിനും സുഖ ജീവിതത്തിനും വഴിയൊരുക്കാൻ ശ്രമം നടത്തുക എന്നതിന് പകരം തോൽവി അംഗീകരിക്കാതെ മുട്ടായുക്തികൾ നിരത്തിയാൽ ഏറെ നാൾ ഈ അധികാരം നീണ്ടുപോകില്ല എന്നതായിരിക്കും ഭാവി ഫലം. നന്ദി, നമസ്കാരം.